ബ്രഹ്മോവാചാം ത്വം സ്വാഹാ ത്വം സ്വധാ ത്വം ഹി വഷട്കാരാ സ്വരാത്മികാ സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മികാ സ്ഥിതാ. ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറഞ്ഞു, ത്വം സ്വാഹ ത്വം സ്വധാ ത്വം ഹി വഷട്കാരാ സ്വരാത്മിക സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മിക സ്ഥിത. ബ്രഹ്മാവിൻ്റെ നിദ്രാസ്ഥിതി ആരംഭിക്കുകയാണ്. അക്ഷരേ ശാശ്വതയായിട്ടുള്ളവളെ അല്ലെങ്കിൽ ക്ഷരമില്ലാത്തവളെ, നിത്യേ നിത്യയായവളെ, ത്വം സ്വാഹ നീ സ്വാഹയാകുന്നു, ത്വം സ്വധ നീ സ്വധയാകുന്നു, ത്വം വഷട്കാര വഷട്കാരവും നീ തന്നെയാകുന്നു, സ്വരാത്മിക ത്വം ഹി സ്വരാത്മികയും നീ തന്നെ, ത്വം സുധ സുധാരൂപിണിയും അവിടുന്ന് തന്നെയാണ്, ത്രിധ മൂന്ന് രൂപത്തിൽ, മാത്രാത്മിക സ്ഥിത മാത്രകളായി സ്ഥിതി ചെയ്യുന്നതും നീ തന്നെയാണ്. അക്ഷരയായ അല്ലയോ ദേവി, നിത്യയായ നീ തന്നെയാണ് സ്വാഹയായും സ്വധയായും വഷട്കാരമായും സ്വരാത്മികയായും സുധാരൂപിണിയായും മൂന്ന് രൂപത്തിൽ മാത്രാരൂപിണിയായും സ്ഥിതി ചെയ്യുന്നത്. ക്ഷരമില്ലാത്തവൾ, നാശമില്ലാത്തവൾ, അക്ഷര. ഉൽപ്പത്തിയില്ലാത്ത ദേവിക്ക് നാശവുമില്ല. ബ്രഹ്മം തന്നെയാണ് ദേവി എന്ന് അർത്ഥം. പരബ്രഹ്മസ്വരൂപിണി. ദേവന്മാർക്ക് ഹവിസ് അർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് സ്വാഹ. അഗ്നിയുടെ പത്നിയായിട്ടുള്ള ദേവീ രൂപമാണ് സ്വാഹ. ഷോഡശ മാതാക്കളിൽ ഒരു മാതാവാണ്. ദേവന്മാരെ ഉദ്ദേശിച്ച് നടന്ന യജ്ഞങ്ങളിൽ ഹവിസ് അർപ്പിക്കുമ്പോൾ മന്ത്രങ്ങളുടെ മുമ്പിൽ ഓം എന്നും ഒടുവിൽ സ്വാഹ എന്നും ചേർത്താണ് ഉച്ചരിക്കുന്നത്. പിതൃക്കൾക്കായി കവ്യം തുടങ്ങിയവ അർപ്പിക്കുമ്പോൾ സ്വധ എന്ന പദം മന്ത്രാദ്യത്തിൽ ചേർക്കുന്നത് പിതൃക്കൾക്ക് തൃപ്തിയുണ്ടാക്കുന്നു. ഷോഡശ മാതൃക്കളിൽ സ്വധയും ഒരു മാതാവാണ്. ദക്ഷ പ്രജാപതിക്ക് പ്രസൂതിയിൽ ജനിച്ച മകളെന്ന് പുരാണങ്ങൾ. ദേവന്മാരെയും പിതൃക്കളെയും തൃപ്തിപ്പെടുത്തുന്ന സ്വാഹയും സ്വധയും ദേവിയുടെ തന്നെ രൂപങ്ങളാണ്. യാഗത്തിൽ മന്ത്രങ്ങളുടെ ഉച്ചാരണത്തിൻ്റെ അന്ത്യത്തിൽ ഹോതാവ് ഉച്ചരിക്കുന്ന ശബ്ദമാണ് വഷഡ്. വഷഡ് എന്ന് ഹോതാവ് പറയുമ്പോഴാണ് ഹവിസ് അഗ്നിയിൽ അർപ്പിക്കുന്നത്. വഷട്കാരത്തെയും ദേവിയുടെ ഒരു മൂർത്തിയായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്വരാത്മിക ഉച്ചാരണത്തിൽ വ്യഞ്ജനങ്ങൾ ഉച്ചാരണ സ്ഥാനം വ്യഞ്ജിപ്പിക്കുന്നതേ ഉള്ളൂ. അത് കേൾക്കണമെങ്കിൽ സ്വരങ്ങൾ ചേർക്കണം. വ്യഞ്ജനങ്ങളെ ജീവനില്ലാത്ത ശരീരമായും സ്വരങ്ങളെ അവയിലെ ചൈതന്യമായിട്ടുമാണ് കണക്കാക്കാറുള്ളത്. ജരാനരകളും മൃതിയും ഇല്ലാതാക്കുന്നതാണ് അമൃത്, അതാണ് സുധ. പാലാഴി കളഞ്ഞപ്പോൾ ഉണ്ടായ സുധ ദുർവാസാവിൻ്റെ ശാപം മൂലം ജരാനരകൾ ബാധിച്ച ദേവന്മാരുടെ ജരാനരകൾ ഇല്ലാതാക്കി. സുധയിലെ ദിവ്യ ചൈതന്യം ദേവി തന്നെയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ത്രിധാ മാത്രാത്മിക സ്ഥിത, പ്രണവസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ആ ഊ മ എന്നീ മൂന്ന് വർണ്ണങ്ങൾ ചേർന്നതാണ് ഓങ്കാരം അഥവാ പ്രണവം. മൂന്ന് വ്യത്യസ്ത മാത്രകളായി ഓങ്കാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. പ്രണവത്തിൽ ഇവയെ കൂടാതെ ഒരു അർത്ഥമാത്ര കൂടിയുണ്ട്. അതിനെപ്പറ്റിയാണ് അടുത്ത് പറയുന്നത്. ത്രിധാ മാത്രാത്മിക, അകാരമായും ഉകാരമായും മകാരങ്ങളായും അതോടൊപ്പം അർത്ഥമാത്രയായും ഓങ്കാര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രണവസ്വരൂപിണി. ത്രിധാമ മൂന്ന് ധാമങ്ങൾ ഉള്ളവൾ. മൂന്ന് ധാമങ്ങൾ ഭൂസ്വർഗ പാതാളങ്ങളാണെന്നും സ്ഥൂലദേഹം സൂക്ഷ്മദേഹം കാരണദേഹം എന്നിവയാണെന്നും ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ എന്നീ ത്രിമൂർത്തികളാണെന്നും ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിവയാണെന്നും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയാണെന്നും പല രീതിയിൽ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. അർത്ഥമാത്രാ സ്ഥിതാ നിത്യാം യാനുച്ചാര്യാ വിശേഷതാം ത്വമേവ സാ ത്വം സാവിത്രി ത്വം ദേവി ജനനീ പരാം. അർത്ഥമാത്രാ സ്ഥിതാ നിത്യ യാനുച്ചാര്യാ വിശേഷത ത്വമേവ സാ ത്വം സാവിത്രി ത്വം ദേവി ജനനീ പര. ഏതൊരു ദേവി അർത്ഥമാത്രാ സ്ഥിത അർത്ഥമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളായും നിത്യയായും വിശേഷത അനുച്ചാര്യ വിശേഷിച്ച് ഉച്ചരിക്കാൻ പാടില്ലാത്തവളായും ഇരിക്കുന്നു. സാ അവൾ അല്ലെങ്കിൽ ആ ദേവിയും ത്വം ഏവ നീ തന്നെയാണ്. സാവിത്രി ത്വം സാവിത്രിയും നീ തന്നെ. ദേവി അല്ലയോ ദേവി പരാജനനീ ത്വം പരയായ ജനനിയും നീ തന്നെ. അർത്ഥമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളും നിത്യയും വിശേഷിച്ച് ഉച്ചരിക്കാൻ പാടില്ലാത്തവളും ആയി സ്ഥിതി ചെയ്യുന്ന അലയോ ദേവി സാവിത്രിയും പരയായ ജനനിയും നീ തന്നെ. പ്രണവത്തിൽ അകാര ഉകാര മകാരങ്ങളെ കൂടാതെ അർത്ഥമാത്രാ രൂപവും ഉച്ചരിക്കാനാകാത്തതുമായ ഒരു ബിന്ദുവും ഉണ്ട്. ആ ഊ മ എന്നിവയുടെ ചേർച്ച കൊണ്ട് ഓങ്കാരമുണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് മാത്രം വർത്തിക്കുന്ന അർത്ഥമാത്ര സ്വയം ഉണ്ടാകുന്നു. അർത്ഥമാത്ര സ്ഥൂലകർണങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തതും വാക്കുകൊണ്ട് വിവരിക്കാനാകാത്തതുമായ പരാശബ്ദമാണ്.
യാ അനുച്ചാര്യ വിശേഷത ഉച്ചരിക്കപ്പെടാൻ കഴിയാത്തതായി അർത്ഥമാത്രയെ വിശേഷിപ്പിക്കുന്നു. ആ ഉ മ എന്നീ മൂന്നക്ഷരങ്ങളോടും ചേർത്തല്ലാതെ അർത്ഥമാത്ര ഉച്ചരിക്കപ്പെടാവുന്നതല്ല. ആ നാദം നിർവചിക്കാനാകാത്തതും വാക്കുകൾക്ക് വഴങ്ങാത്തതുമായതുകൊണ്ട് അനുച്ചാര്യയാണ്. സാവിത്രി എന്ന പദത്തിന് സവിതാവിനെ സംബന്ധിച്ചവൾ എന്നർത്ഥം. ഗായത്രി മന്ത്രത്തിൻ്റെ പര്യായമായും ഈ പദം ഉപയോഗിക്കാറുണ്ട്. സവിതാവിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം ദേവിയിൽ നിന്നുണ്ടായതുകൊണ്ട് ദേവിക്ക് സാവിത്രി എന്ന് പേര് വന്നു. ജനനീപര സർവോത്കൃഷ്ടയായ അമ്മ നീ തന്നെയാണ്.